നിങ്ങൾക്കുമാകാം കോടീശ്വരൻ എന്ന പ്രോഗ്രാമില് ഏറ്റവും അവസാനത്തെ 1 കോടി രൂപയുടെ ചോദ്യം ഇതാ. 5, 7, 9 എന്നിങ്ങനെ തുടങ്ങുന്ന സമാന്തര ശ്രേണിയിലെ 25 പദങ്ങളുടെ തുക എത്രയാണ്? ചോദ്യം ഒരിക്കൽ കൂടി. Find the sum of first 25 terms of arithmetic sequence 5, 7, 9, etc. Options: 1000, 20,000, 300, 725. യെസ് സാർ, എനിക്കറിയാം. ഉത്തരം 725. ലോക്ക് ചെയ്തോളൂ സാർ. ഉറപ്പാണോ? ലോക്ക് ചെയ്യട്ടെ? ഒരിക്കൽ കൂടി ആലോചിച്ചോളൂ. തെറ്റിയാൽ? ഇല്ല സാർ, എനിക്ക് ഉറപ്പാണ്. ഉത്തരം 725. യെസ്, ഉത്തരം ശരിയാണ്. 725. ഇതാ 1 കോടി രൂപ നേടിയിരിക്കുന്നു. കൺഗ്രാറ്റുലേഷൻ. ഇത്രയും പെട്ടെന്ന് വളരെ കോൺഫിഡൻസോടുകൂടി ഉത്തരം പറയാൻ എങ്ങനെ സാധിച്ചു? അതൊന്ന് നമുക്ക് ഈ പ്രേക്ഷകർക്ക് വേണ്ടി ഒന്ന് പറഞ്ഞു തരാമോ സുമി? തീർച്ചയായും സാർ, ഞാനൊരു വീഡിയോയിലൂടെ ഇതെല്ലാം എക്സ്പ്ലെയിൻ. ഹായ് ഡിയർ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ എങ്ങനെയാണ് ഒരു അരിത്തമെറ്റിക് സീക്വൻസിൽ n ടേംസ് തന്നാൽ അതിൻ്റെ സമ്മ എങ്ങനെ കാണാം എന്ന് പഠിക്കാം. ഇവിടെ ഓഡ് നമ്പേഴ്സ്, അതായത് തന്നിരിക്കുന്ന നമ്പർ ഓഫ് ടേംസ് ഓഡ് ആണെങ്കിൽ സമ്മ കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് ടേംസ് ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ ആ മിഡിൽ ടേം കാണുന്നത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും കൂടെ ആഡ് ചെയ്ത് അതിനെ പകുതിയാക്കുമ്പോഴാണ് മിഡിൽ ടേം കണ്ടുപിടിക്കുക, അല്ലേ? അപ്പോഴും ഫോർമുല എന്ത് തന്നെയാണ്? n ഇൻറ്റു x1 + xn/2. ഇനി സപ്പോസ് n ഈവൻ ആണ്, നമ്പർ ഓഫ് ടേംസ് ഈവൻ ആണെങ്കിൽ ആ കേസിൽ സമ്മ കാണാനുള്ള ഫോർമുല നമ്പർ ഓഫ് പെയേഴ്സ് ഇൻറ്റു സം ഓഫ് പെയേഴ്സ്. ഓക്കെ, ഇവിടെ ഈവൻ ടേംസ് ആണെങ്കിൽ, ഈവൻ നമ്പർ ഓഫ് ടേംസ് ആണെങ്കിൽ അതിന് നമ്പർ ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് ടോട്ടൽ എത്ര നമ്പർ ഓഫ് ടേംസ് ഉണ്ടോ അതിൻ്റെ പകുതി, അതാണല്ലോ പെയറായിട്ട് വരിക. അപ്പോഴും പിന്നെ സം ഓഫ് പെയേഴ്സ് എന്ന് പറയുന്നത് ഫസ്റ്റും ലാസ്റ്റും ഉള്ള ടേംസിനെ ആഡ് ചെയ്യുന്നതിനാണ് സം എന്ന് പറയുന്നത്. കാരണം കുറച്ചുകൂടി എളുപ്പം, നമുക്ക് എടുക്കാൻ പറ്റുന്നതിന് എളുപ്പമുള്ള പെയർ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആയിരിക്കും. ആ ഫസ്റ്റും ലാസ്റ്റും ഉള്ള ടേമിൻ്റെ സമ്മും അതുപോലെ സെക്കൻഡ് ടേമും xn-1 ആ ടേമും അത് തമ്മിലുള്ള സമ്മും ഈക്വൽ ആയിരിക്കും. ഈ x1 + xn സെയിം ആയിരിക്കും. അതുപോലെ x3യും xn-2 തമ്മിലുള്ള സമ്മും സെയിം ആയിരിക്കും. അപ്പോഴും ഫോർമുല n/2 ഇൻറ്റു x1 + xn തന്നെയാണ് വരിക. അപ്പോൾ ഇതിൽ നമ്മൾ ചിലപ്പോൾ അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻ വരുമ്പോൾ ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യാതെ ഇതെങ്ങനെ ഡിറൈവ് ചെയ്തു എന്ന ഒരു സ്റ്റെപ്പിന് തൊട്ട് പുറകിലുള്ള ഒരു സ്റ്റെപ്പ് ആലോചിച്ചാൽ നമുക്കത് ഈസിയായി കിട്ടും. ഇനി നമുക്കൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്ത് നോക്കാം. ഫൈൻഡ് സം ഓഫ് 25 ടേംസ് എന്നാണ്. അപ്പോൾ ഇവിടെ നമ്പർ ഓഫ് ടേംസ് എന്ന് പറയുന്നത് 25, അതായത് ഓഡ് നമ്പർ ഓഫ് ടേംസ് ആണ്. നമുക്ക് ഫോർമുല n ഇൻറ്റു x1 + xn/2 എന്നാണല്ലോ. ഇനി 25 എന്ന് പറയുമ്പോൾ നമ്പർ ഓഫ് ടേംസ് അല്ലേ, അപ്പോൾ n = 25 ആണെന്ന് കിട്ടി. ഇനി ഈ തന്നിരിക്കുന്ന അരിത്തമെറ്റിക് സീക്വൻസിൽ നിന്ന് നമുക്ക് എന്തൊക്കെ അറിയാം? കോമൺ ഡിഫറൻസ് എത്രയാണെന്ന് അറിയാം, അല്ലേ? കോമൺ ഡിഫറൻസ് d എത്രയാണെന്ന് അറിയാം. ഓക്കെ, അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഇവിടെ
nth ടേം കണ്ടുപിടിക്കാനുള്ള ഒരു ഫോർമുല എഴുതാം. ഈ അരിത്തമാറ്റിക് സീക്വൻസിൻ്റെ nth ടേം കാണാനുള്ള ഫോർമുല xn ഈക്വൽ ടു xn ഈക്വൽ ടു ഫസ്റ്റ് ടേം അല്ലെങ്കിൽ dn പ്ലസ് എഫ് മൈനസ് ഡി. ഈ ഒരു ഫോർമുല എല്ലാവരും ഓർക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ nth ടേമാണ് ആദ്യം നമുക്കിവിടെ കാണേണ്ടത്. കാരണം നമുക്ക് സമ്മ് കണ്ടുപിടിക്കാൻ ആദ്യം ഫസ്റ്റ് ടേം അറിയണം, പിന്നെ 25th ടേം അറിയണം. അപ്പോൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ ആദ്യം nth ടേം ഈ സീക്വൻസിൻ്റെ എന്ത് എന്ന് ആദ്യം കാണണം. അതിനു വേണ്ടി ഈ തന്നിരിക്കുന്ന സീക്വൻസിൽ സെക്കൻഡ് ടേം മൈനസ് ഫസ്റ്റ് ടേം ചെയ്യുമ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടും. അത് എത്രയാണ് ഇവിടെ? d ഈക്വൽ ടു 2 ആണ് അല്ലേ. 7 മൈനസ് 5 ചെയ്തപ്പോൾ നമുക്ക് കിട്ടുന്നത് 2. ഓക്കെ, അപ്പോൾ നമുക്ക് കോമൺ ഡിഫറൻസ് d കിട്ടിക്കഴിഞ്ഞു. ഇനി അടുത്തത് ഈ തന്നിരിക്കുന്ന സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താ എന്ന് അറിയണം. അതെ, ഫസ്റ്റ് ടേം 5 ആണ് അല്ലേ. ഫസ്റ്റ് ടേം തന്നിട്ടുണ്ട് 5. ഓക്കെ, അതും കിട്ടി. ഇനി നമുക്ക് nth ടേം കണ്ടുപിടിക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ അതിനു വേണ്ടി d ഈക്വൽ ടു 2 എന്നത് ഈ nth ടേമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഡീൻ്റെ അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് 2n പ്ലസ് എഫ് മൈനസ് 2 എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്ക് ഇവിടെ ഡി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. നമുക്കിനി ഇതിലേക്ക് എഫ് കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടേം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടില്ല, അതുകൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, 5 എഫിൻ്റെ പൊസിഷനിൽ വെച്ചു. അപ്പോൾ നമുക്കിവിടെ കിട്ടുന്നത് 2n പ്ലസ് 5 മൈനസ് 2. ക്ലിയർ? 2n പ്ലസ് 5 മൈനസ് 2. ആദ്യം ബ്രാക്കറ്റിനകത്തുള്ള ഓപ്പറേഷനാണ് ചെയ്യേണ്ടത്, അതായത് മൈനസ് ചെയ്യുക. 5 മൈനസ് 2 ചെയ്തു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് എത്രയായിരിക്കും? 3. ഓക്കെ, അപ്പോൾ കഴിഞ്ഞു. അപ്പോൾ nth ടേം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞു. 2n പ്ലസ് 3 എന്നാണ് nth ടേം വരിക. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ nth ടേം കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്ന സം ഓഫ് 25 ടേംസ് എന്നാണ്. അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഫസ്റ്റ് ടേം എത്രയാണ്, 25th ടേം എത്രയാണ് എന്നാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ആദ്യം ഞാൻ n ഈക്വൽ ടു 1 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ നമുക്കറിയാം ആൾജിബ്രിക് ഫോം എന്താണ്? 2n പ്ലസ് 3. ഇതിലാണ് n ഈക്വൽ ടു 1 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇതിൽ n ഈക്വൽ ടു 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് ഫസ്റ്റ് ടേം കിട്ടുക അല്ലേ. അപ്പോൾ ഞാനിവിടെ n ഈക്വൽ ടു 1 എന്നെടുക്കുകയാണ്. n ഈക്വൽ ടു 1. ഓക്കെ, ഡൺ. ഇനി ഈ n ഈക്വൽ ടു 1 എന്നത് nth ടേം ആയിട്ടുള്ള 2n പ്ലസ് 3യിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇത് എൻ്റെ പൊസിഷനിൽ ഇട്ടു. അപ്പോൾ ഇവിടെ 2 ഇൻറ്റു 1 പ്ലസ് 3 എന്നാണ്. ഇനി അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് 2 ഇൻറ്റു 1 ആണ് ആദ്യം ചെയ്യേണ്ടത്. ഓക്കെ, ഇവിടെ റീഡ് ചെയ്യേണ്ടത് പോയിൻ്റ് അല്ല, ഇൻറ്റു എന്നാണ്. 2 ഇൻറ്റു 1 എന്നാണ് റീഡ് ചെയ്യേണ്ടത്. അപ്പോൾ 2 ഇൻറ്റു 1 നമുക്കറിയാം 2 ആണ് അല്ലേ. അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ 2 പ്ലസ് 3 ഈക്വൽ ടു 5. അപ്പോൾ ഇവിടെ എന്ത് കിട്ടി? ഫസ്റ്റ് ടേം കിട്ടി. ഫസ്റ്റ് ടേം നമുക്ക് കിട്ടി. അത് nth ടേമിൽ n ഈക്വൽ ടു 1 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം കിട്ടിയിരിക്കുന്നു. ഞാനിവിടെ എഴുതാണ് ഫസ്റ്റ് ടേം x1 ഈക്വൽ ടു 5 എന്ന് കിട്ടി. അടുത്തതായിട്ട് നമുക്കിതിൽ 25th ടേം അറിയണം. 25th ടേം അറിയാൻ വേണ്ടി നമുക്ക് ഫസ്റ്റ് ടേം ഡയറക്റ്റായിട്ട് ആ സീക്വൻസ് നിന്ന് കണ്ടുപിടിക്കാം കേട്ടോ. ഞാനിവിടെ നിങ്ങൾക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാൻ വേണ്ടിയിട്ടാണ് ഒരിക്കൽ കൂടി പറഞ്ഞത്. ഇനി നമുക്കിവിടെ n ഈക്വൽ ടു 25 എന്നുള്ള ടേം കണ്ടുപിടിക്കണം. അതിനു വേണ്ടി nth ടേം 2n പ്ലസ് 3 ആണ്. ഇതേപോലെ എന്നിൻ്റെ പൊസിഷനിൽ 25 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, റെഡി അല്ലേ? നമുക്ക് എഴുതാം. എന്നിൻ്റെ പൊസിഷനിൽ
25 എന്നുള്ളത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമുക്ക് കിട്ടും 2 × 25 + 3 എന്ന് കിട്ടി. അടുത്തതായി 2 × 25 ആണ് ആദ്യം ചെയ്യേണ്ടത്. 2 ഇൻറ്റു എന്നാണ് റീഡ് ചെയ്യേണ്ടത്, പോയിൻ്റ് അല്ല. 2 × 25 50 + 3 = 53. ഓക്കെ, അപ്പോൾ നമുക്ക് 25th ടേം കിട്ടി. 25th ടേം അതായത് 25ാമത്തെ ടേം കിട്ടിക്കഴിഞ്ഞു, 53. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ടേം ഡയറക്റ്റായിട്ട് ആ സീക്വൻസിൽ നിന്ന് തന്നെ കണ്ടെത്താം കേട്ടോ. ഇതുപോലെയൊന്നും ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ജസ്റ്റ് എങ്ങനെയാണ് സബ്സ്റ്റിറ്റ്യൂഷൻ അറിയാൻ വേണ്ടി 2 സ്റ്റെപ്പ് പറഞ്ഞു തന്നത് മാത്രം. അപ്പോൾ നമുക്കിന്ന് ഡയറക്റ്റായിട്ട് n = 25 എന്നും ഫസ്റ്റ് ടേം 5 എന്നും കിട്ടും. അതിൽ നിങ്ങൾക്ക് 25th ടേം മാത്രമേ നമുക്ക് ഇതുപോലെ കണ്ടെത്താനുള്ളൂ. അങ്ങനെ 50 എല്ലാം നമുക്കിനി സമ്മിലേക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും കിട്ടിക്കഴിഞ്ഞു. ഇനി നമുക്കത് ജസ്റ്റ് ഒന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സമ്മ കണ്ടെത്താൻ പറ്റും. അപ്പോൾ ഞാനിവിടെ സമ്മ കാണാൻ നമുക്ക് ഫോർമുല ഇതാണ്, n × x1 + xn / 2 അല്ലെങ്കിൽ n/2 × x1 + xn അങ്ങനെയും പറയാം. അപ്പോൾ 2 രീതിയിൽ നമുക്കത് പറയാം. ഇനി ഓക്കെ, ഇവിടെ സമ്മാണ്, സമ്മിൻ്റെ ഫോർമുലയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സമ്മ് = ഓക്കെ. ഇനി n ഇവിടെ എന്താ, 25 ടേംസിൻ്റെ സമ്മാണ് കാണേണ്ടത്. അപ്പോൾ n = എത്ര കിട്ടി, 25. അപ്പം നമുക്കതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് എന്നിൻ്റെ പ്ലേസിൽ നമുക്ക് 25 എന്നുള്ളത് കൊണ്ടുവച്ചു. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ കണ്ടെത്തിയത് ഓരോന്ന് ഇതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക എന്നതേ ഉള്ളൂ. ഫസ്റ്റ് ടേമിൻ്റെ പ്ലേസിൽ 5 എന്നത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫസ്റ്റ് ടേമിൻ്റെ പ്ലേസിൽ 5 നമുക്ക് ഡയറക്റ്റായിട്ട് സീക്വൻസ് ഒന്ന് കിട്ടും കേട്ടോ. ഓക്കെ, ഇനി ഇവിടെ nth ടേം, അതായത് ഇവിടെ nth ടേം 25 ടേം വരെ കണ്ടുപിടിക്കാൻ പാടുള്ളൂ. അപ്പോൾ 25th ടേം ഇവിടെ 53 ആണ്, അതും നമുക്ക് ആ പൊസിഷനിൽ വയ്ക്കാം. ഓക്കെ, അപ്പോൾ എല്ലാം നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ബ്രാക്കറ്റിനകത്തുള്ളത്, അതായത് 5 + 23 ആണ് ആദ്യം ചെയ്യേണ്ടത് ഓപ്പറേഷൻ. ആ ഓപ്പറേഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ 5 + 23 എന്നുള്ളത് എത്രയാണെന്ന് നോക്കാം. 5 + 23, ഓക്കെ, 5 + 23 നമുക്ക് എത്ര കിട്ടും നോക്കും. 58. അപ്പോൾ 25 × 58 എന്ന് കിട്ടി. ഇതിന് ഇൻറ്റു അല്ല, ഇൻറ്റു എന്നാണ് റീഡ് ചെയ്യേണ്ട, പോയിൻ്റ് അല്ല. 25 × 58/2 എന്ന് കിട്ടി. അപ്പോൾ ആദ്യം മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം. 25 × 58 ചെയ്യുമ്പോൾ 1450 എന്ന് വരും. /2 എന്നാണ്. വീണ്ടും ഡിവൈഡ് ചെയ്യുമ്പോൾ 725. അപ്പോൾ 725 ഈ തന്നിരിക്കുന്ന 5, 7, 9 എന്ന് തുടങ്ങുന്ന അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ 25 ടേംസിൻ്റെ സമ്മാണ് ഈ 725. ഇവിടെ n ഓടാവുന്ന കേസിലാണ് നമ്മൾ ചെയ്തത്. ഇതുപോലെ n ഈവൻ ആവുന്ന കേസിൽ നമുക്കിതുപോലെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഫോർമുല ഡയറക്റ്റായിട്ടും ഉപയോഗിക്കാം, അല്ലാതെയും ഉപയോഗിക്കാം. ഓക്കെ, താങ്ക് യു.